ഹലോ, എല്ലാവരും വരെയും നമുക്കൊരു ചെറിയ ഒരു ചുരുത്തല കിട്ടി. അത് നമുക്ക് തലക്കറി വയ്ക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോഴും വയ്ക്കാം. ഇവിടെ അതിൻ്റെ ചേരുവകൾ: തേങ്ങ ഇരിയത്. തലക്കറി വയ്ക്കാൻ പോവേണ്, എല്ലാവരും ശ്രദ്ധിക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇത് ഇത്രയും ചേർത്ത് അരച്ചും കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് ഇടാം. ചട്ടി ചൂടാക്കുക. വെള്ള ഇപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. ഇട്ടിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ. ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടുക് ഇടാവുന്നതാണ്. ചൂടായി വരുന്നതേ ഉള്ളൂ. നമുക്കിതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് വെച്ചത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാള ഇട്ട്, ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, തക്കാളിക്ക, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, കറിവേപ്പില, ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായി വഴറ്റി വാടി വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിനുള്ള തലക്കറി വെക്കുന്നതിനുള്ള അരിപ്പെന്ന് പറഞ്ഞാല് നന്നായിട്ട് വടിയ അരയരുത്. ശകലം ചതച്ച രീതിയിൽ ആവണം. അതായത് ചതച്ച രീതിയിലല്ല, നന്നായി അരിഞ്ഞതും ആയിരിക്കരുത്. ഈ പരുവത്തിൽ അരിയണം. ഈ പരുവത്തിന്. എല്ലാവരും വരിക. ഇനി തലക്കറിയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് വഴക്കി പേസ്റ്റ് പോലെ ആകട്ടെ. നന്നായിട്ട് തക്കാളി ഇതെല്ലാം വാടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് പിണപുളി നമുക്ക് ഇടാവുന്നതാണ്. അധികം ലൂസായിട്ടല്ല ചെയ്യുന്നത്, ഗ്രേവി നല്ല കട്ടിക്കാണ് ചെയ്യുന്നത്. ഇത് വെന്ത് വരുമ്പോൾ അരപ്പ് അതിൽ പൊതിഞ്ഞിരിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് തല ഇടാവുന്നതാണ്. മുള്ള് മുള്ളും തലയുമാണ്. തല മാത്രമല്ല, മുള്ളും തലയുമാണ്. ഇതിലേക്ക് നന്നായിട്ട് ഈ അരപ്പ് മസാലകളെല്ലാം ഇതിലേക്ക് നന്നായിട്ട് കയറി പിടിച്ച് നല്ല ടേസ്റ്റോടുകൂടി പാകമായി നമുക്കിത് തിരിച്ചു വരുന്നതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കേണ്ടത് ഉലുവയാണ്, ഉലുവപ്പൊടി. അത് നമുക്ക് തലയും മുള്ളും ഇട്ട് അതൊന്ന് നന്നായി തിളച്ച് റെഡിയായതിനു ശേഷം നമുക്കിട്ടാൽ മതി. ലാസ്റ്റ് അവസാനം ഇട്ടാലും. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കാവുന്നതാണ്. മുളക് മീനായാലും തലയായാലും എന്തായാലും അതിൻ്റെ ആവശ്യം അനുസരിച്ച് വേണം ഉലുവപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാനുള്ളത്. ഇത് നന്നായി ഇനി ഇത് ചെറിയ തീയിൽ ഇടും. ചെറിയ തീയിലിട്ട് ഇത് നന്നായി വെന്ത് നെയ്യൊക്കെ തെളിഞ്ഞ് പൊളിയായിട്ട് വരും. അപ്പോഴും നമുക്ക് എടുക്കാം. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷ സാഗരം ശാന്തമാകുമോ, അകലെ അകലെ വിടയോ നോവിന്നലഞ്ഞുറിഞ്ഞുവോ, നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷ സാഗരം ശാന്തമാകുമോ. ഇപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കപ്പേര കൂടെ എടുക്കാവുന്നതാണ്. കപ്പ പുഴുങ്ങിയത്, ചൂരത്തല കറി വെച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.